സമസ്ത മുഷാവറയിൽ നിന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന വാർത്ത തള്ളി സമസ്ത. ചില ചാനലുകളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. സമയക്കുറവ് മൂലം മറ്റ് അജണ്ടകൾ ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം ചേരാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത് എന്നാണ് സമസ്ത വാർത്താക്കുറിപ്പിലൂടെ വിശദീകരിക്കുന്നത്. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. സമീർ, ഈ മുഷാവറ യോഗത്തിലെ തർക്കം, വാക്കേറ്റം, പരസ്യ വെല്ലുവിളി ഇതൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിലാണ് പുറത്തു വന്നത്. അതിന് പിന്നാലെ ഈ സമസ്ത അധ്യക്ഷൻ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന തരത്തിൽ ചില ചാനലുകളിൽ വാർത്തകൾ വന്നിരുന്നു. അത് പൂർണ്ണമായി തള്ളുന്നു. സമസ്തയുടെ വിശദീകരണം എന്താണ്? രജിത്ത്, ഇന്ന് ഉച്ചയോടുകൂടെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൽ ചില വാക്കേറ്റങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യമാണ് വസ്തുത. അതിൽ കവിഞ്ഞ് അധ്യക്ഷൻ തന്നെ ഇറങ്ങിപ്പോയി എന്നായിരുന്നു മറ്റ് ചില മാധ്യമങ്ങൾ നൽകിയ വാർത്ത. എന്നാൽ അത്തരം വാർത്തകൾ അത് തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നും ഇത്തരത്തിൽ വഞ്ചിതരാകുന്ന വാർത്തകളുമായാണ് പലരും മുന്നോട്ട് പോകുന്നത് എന്നുമാണ് സംസ്ഥയുടെ ഔദ്യോഗികമായിട്ടുള്ള വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുന്നത്. ചില വിഷയങ്ങൾ ചർച്ചയായിരുന്നു. ആ വിഷയങ്ങൾ നീണ്ടുപോവുകയും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് തീരുമാനമെടുക്കാൻ കഴിയാതെ വരികയും ചെയ്തു. അത്തരം കാര്യങ്ങൾ ആ യോഗശേഷം അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തു. അതിൽ ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെല്ലാം തന്നെ പരിഗണിക്കുന്നതിന് വേണ്ടിക്കൊണ്ട്, അതിലെല്ലാം പരിഹാരം കാണുന്നതിന് വേണ്ടിക്കൊണ്ട് പ്രത്യേകമായിട്ടുള്ള മുഷാവറ യോഗം ചേരും എന്ന കാര്യവും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിനെയാണ് ചില മാധ്യമങ്ങൾ നൽകിയത് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയി എന്നും യോഗം അവസാനിക്കും മുമ്പ് അധ്യക്ഷൻ തന്നെ ഇറങ്ങിപ്പോയത് ആ സമ്മേളനത്തെ തന്നെ അത് ബാധിച്ചു എന്നുമുള്ള വാർത്തകൾ വന്നിരുന്നു. അത്തരം വാർത്തകൾ പ്രചരിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സംസ്ഥ ഔദ്യോഗികമായിട്ട് തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. അധ്യക്ഷൻ ഇറങ്ങിപ്പോയതല്ല, അധ്യക്ഷൻ ആ വിഷയങ്ങളുമായി സമസ്ത മുഷാവറയിൽ നിന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന തരത്തിൽ ചില ചാനലുകളിൽ വാർത്ത വന്നിരുന്നു. അത് പൂർണ്ണമായി തള്ളുകയാണ് സമസ്ത. അടിസ്ഥാനരഹിതമായ വാർത്തയാണത് എന്നാണ് സമസ്ത വിശദീകരിക്കുന്നത്.